ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഘട്ടത്തിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകണം, അവരോട് സംസാരിക്കണം, ഈ പറയുന്ന സാഹചര്യത്തിന് അയവ് വരുത്തണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. അവസാനം പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, പക്ഷേ പോലീസ് സംരക്ഷണം നൽകാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം പോയി. അദ്ദേഹം അവിടെ എത്തി. ആദ്യഘട്ടത്തിൽ അരേ സമാജം ഭാരവാഹികൾ തടഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. 2 മണിക്കൂർ അവരുമായി ചെലവഴിച്ചു, സംസാരിച്ചു, അന്തരീക്ഷത്തിന് അയവ് വരുത്തി. ശ്രീമാൻ AK ആന്റണി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില അനുസ്മരണത്തിൽ, അതിൻ്റെ വിഷ്വൽ നിങ്ങളുടെ മുമ്പിൽ കാണാൻ കഴിയും, അനുസ്മരണത്തിൽ മാറാട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തി അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്തെ ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ഇന്ത്യയിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പോളറൈസേഷനുള്ള ഇടങ്ങളിൽ പ്രത്യേക വേദികൾ തന്നെ രൂപപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സദ്ഭാവന മഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സൗഹൃദ വേദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ശക്തമാണ്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആവാൻ പറ്റുമോ അത്രമാത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയും ട്രാൻസ്പെറൻ്റ് ആവണം. ഇസ്ലാം ഭീതി പടർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, ഇസ്ലാം വിരുദ്ധ പൊതുബോധ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ട്രാൻസ്പെറൻ്റായേ പറ്റൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പള്ളികൾ വരെ ഓപ്പൺ മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമുഅ നടക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതര മത സഹോദരങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ ഈ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളും നടപടിക്രമങ്ങൾ കാണാനും അവർക്ക് ആശയവിനിമയം നടത്താനുമുള്ള അവസരങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഈ സന്ദർഭത്തിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷങ്ങളെ ഓരോ മതവിഭാഗത്തിൻ്റെയും ആഘോഷങ്ങളായി കാണുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി പരസ്പരമുള്ള ആശയവിനിമയത്തിനും അതുപോലെ തന്നെ സാഹോദര്യ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള സുഹൃത്ത് സംഗമങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി സമീപിച്ചു വരുന്നുണ്ട്. ഓണത്തിനായാലും ക്രിസ്തുമസിനായാലും അതുപോലെ തന്നെ പെരുന്നാളിനായാലും സുഹൃത്ത് സംഗമം നടത്തുക. അതുപോലെ തന്നെ ഈ റമദാനാണ് വരാൻ പോകുന്നത്. റമദാനായി കഴിഞ്ഞാൽ തങ്ങളുടെ പരിസരത്തുള്ള നെയ്ബേഴ്സിനെ അഥവാ അയൽവാസികളെയും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇഫ്താർ സംഗമം നടത്തുക. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിള്ളലുകളെ വിളക്കിച്ചേർത്ത് സാമൂഹ്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ ആശയത്തെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അതിൻ്റെ ആരാധനാ സന്ദർഭങ്ങളിൽ പോലും, അതിൻ്റെ ആഘോഷവേളകളിൽ പോലും, അതല്ലാത്ത ആഘോഷവേളകളിൽ പോലും ജമാഅത്തെ ഇസ്ലാമി വളരെ ബോധപൂർവം അത് ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രവർത്തന മാർഗവും അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിലൊന്ന് ഖുർആനും പ്രവാചകചര്യയുമാണ്. രണ്ടാമത് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എത്രമാത്രം വിശുദ്ധമാണോ അതിൻ്റെ മാർഗം അത്രമാത്രം വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവർത്തന രീതിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്ന് രേഖപ്പെടുത്തപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യപരവും രചനാത്മകവുമായ ക്രിയേറ്റീവുമായ പ്രവർത്തനങ്ങളെ നടത്താവൂ എന്നതാണ് അതിൻ്റെ പ്രവർത്തന രീതികളിൽ ഭരണഘടന ഖണ്ഡിക 5 രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന 3ാമത്തെ കാര്യം. അത് എഴുതി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രമല്ല 24 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 10-15ഓളം ഭാഷകളിൽ വിശുദ്ധ ഖുർആൻ ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.